പഞ്ചസാരയിൽ നിന്ന് നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ മൈദ കുഴച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ 5-6 ബൗൾസായിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് എടുത്തിടാം. ഓക്കെ. അപ്പം നമുക്ക് ഇത്തരം ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിനകത്തോട്ട് ഇതെല്ലാം നമുക്ക് ഓരോരോ ബൗൾസായിട്ട് എടുത്ത് വെക്കാം. ഓക്കെ. അപ്പം ഞാൻ വേണ്ട ഇങ്ങനെ എടുത്ത് വെക്കാം. അപ്പം നമുക്കിതൊരു 6-7 എണ്ണമായിട്ട് എടുത്ത് വെച്ചിട്ട് ഉണ്ടാകും. ഇപ്പം നമ്മളിത് അരമണിക്കൂറിന് മുമ്പേ നമ്മൾ ആദ്യം ഈസ്റ്റും പഞ്ചസാരയും കൂടെ പാലിനകത്ത് കലക്കി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മൈദ ഇട്ടു. അതിനകത്ത് 2 സ്പൂണ് തൈര്, ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് ഈ നമ്മളെടുത്ത് വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ അതും പൊങ്ങിയിരിക്കും അതും കൂടി ഇട്ട് കുഴച്ച് ബട്ടറും ഇട്ട് കുഴച്ച് ഒരു മണിക്കൂർ, ഒരു 15-20 മിനിറ്റ് ഞാൻ വെച്ചു. 1 മണിക്കൂറല്ല, 15-20 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എടുത്തത് ഉണ്ടയാക്കി വെച്ചു. ഇനി ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഇതൊന്നും മൂടി വെക്കാം. ചിലപ്പോൾ ഇതേ പറ്റുമായിരിക്കും, നോക്കാം. ഇപ്പം ഡോണറ്റിൻ്റെ മാവെല്ലാം നോക്കി നല്ലോണം ഒന്ന് പൊങ്ങിയിട്ടുണ്ട്, കണ്ട. അപ്പം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കും. ഇതൊക്കെ നമുക്ക് ചീനിച്ചട്ടി എന്ന് വെച്ച് കുറച്ചെണ്ണ ഒഴിക്കും. അപ്പം നമുക്ക് ഓരോന്നും എടുത്തിട്ട് നല്ല റോളായിട്ട് നമുക്ക് എടുത്തിട്ട് വേണ്ട ഇങ്ങനെയാക്കി വെക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തൊരു കിഴുത്തയിടാം. അപ്പം നമ്മുടെ ഡോണറ്റ് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇച്ചിരി എണ്ണ പുരട്ടി എന്നിട്ട് അതിങ്ങനെ ആക്കി ഇനി നമുക്ക് വേണ്ട ഇതുപോലൊരു കുത്തുന്ന ഉണ്ട്, അത് വെച്ച് നമുക്കൊന്ന് വെക്കാം. ഇതുപോലൊരു കിഴുത്തയിടുന്നുണ്ട്, അത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കാം. നമ്മുടെ ഡോണറ്റ് നമുക്കിങ്ങനെ ഒന്ന് വേണ്ട കണ്ട നമുക്ക് ഇതുപോലൊരു വെച്ചൊന്ന് ഈ ഡോണറ്റ് ഇങ്ങനെ ഒന്ന് ആക്കും. നമ്മുടെ എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് ഇടും. എണ്ണയ്ക്കകത്തോട്ട് എൻ്റെ മേത്തോട്ട് വീഴുന്നത്. നമ്മൾ 3 എണ്ണം ഇട്ടു. ഇനി നമ്മൾ ബാക്കിയുള്ളത് ഉരുട്ടി ഇവിടെ വെച്ചേക്കും. അപ്പോൾ ഇതിന് ചെറിയ തീ വേണം നമ്മളിത് ഈ ഡോണറ്റ് ഉണ്ടാക്കാൻ. അല്ലെ വലിയ തീക്കകത്താണ് ഇതങ്ങ് കരിഞ്ഞു പോകും. ഡോണറ്റ് കിടന്ന് വേവും. നമ്മൾ 3 എണ്ണം ഉണ്ടാക്കി അതിന് കോരിയാണ്. 3 എണ്ണം ഉണ്ടാക്കിയത് കോരിഞ്ഞത്. നമ്മൾ ഇതുപോലെ കൈ വെച്ച് ഉരുട്ടിയിട്ട് അതിനകത്ത് കിഴുത്തയിടും. അപ്പം നമുക്ക് ഇതുകൂടി ഇനി കോരിയെടുക്കും. നമ്മളിത് ഇത്രയും റൗണ്ട് ആക്കുന്ന അത്രയും നല്ലത്. ഇതുപോലെ ഒരെണ്ണത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കുഴിച്ച് നമ്മുടെ ഡോണറ്റ് അങ്ങോട്ട് ഇടുന്നു. അപ്പോൾ ഇതിനെ കുഴി വേണമല്ലോ. നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ചുട്ടെടുക്കും. നമുക്കിതൊന്ന് തിരിച്ചിടും. അപ്പം നമ്മുടെ ഡോണറ്റെല്ലാം കിടന്ന് നല്ലതായിട്ട് തീ എത്രയും കുറച്ചിടണം അത്രയും കുറച്ചിടും. നമ്മളിത് ആദ്യം നമ്മളൊരു കാര്യമുണ്ട് ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മൈദ ഇങ്ങനെ ഇതിനകത്താണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് പിന്നെ ഞാൻ പറയുന്നു. ഓക്കെ. അപ്പം നമ്മളിതെല്ലാം കിടന്ന് ഒന്ന് അത് ഡോണറ്റിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല അടിപൊളി കളർ. ഒത്തിരി ആയി അങ്ങ് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പം നിങ്ങൾ ഒരു മൂപ്പാകുമ്പോഴത്തേക്ക് ഇതൊരെണ്ണം കണ്ടോ കരി. അപ്പം നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുക്കാം. അപ്പം അടുത്തത് ഇടുന്നേ കാണിക്കാം. എന്തായാലും ഇങ്ങനെ നമ്മളിത് നല്ലോണം റൗണ്ടാക്കണം. എത്രയും റൗണ്ടാക്കുന്ന അത്രയും നല്ല. എന്നിട്ട് ഇത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി ഇതിങ്ങനത്തെ ഒരു സാധനം കൊണ്ട് കണ്ട ഇങ്ങനെ ആക്കും. അപ്പം നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പ്
കടക്കാരുണ്ടാക്കുന്നതിൻ്റെ അതുപോലൊന്നുള്ള ഷേപ്പ് നമുക്ക് വരത്തില്ല, എങ്കിലും ഒരുവിധം. ഇപ്പം നമുക്കിതെല്ലാം ഒന്നുണ്ടാക്കിയത് നമ്മുടെ ഡോളറ്റ് എല്ലാം ശരിയായി. നമ്മൾ ഇതെല്ലാം ഇനി വാങ്ങി എന്നിട്ട് നമുക്കൊരു ശകലം പഞ്ചാര മാവ് കാച്ചാൻ വേറൊരു ചീനിച്ചട്ടി അടുപ്പിലിട്ടു. അപ്പം ഇതങ്ങ് പുള്ളും. വേറൊരു ചീനിച്ചട്ടി ഇട്ടു. അപ്പം നമ്മൾ ഈ ചീനിച്ചട്ടിക്കകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. കുറച്ച് വേണം, നമുക്ക് ഓരോന്നിട്ടെടുക്കും. ഇത്രയും വെള്ളം ഇട്ടു. കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക്. അധികം മധുരം വേണം, മറ്റേതിന് മധുരമുണ്ട്, അതുകൊണ്ട് കുറച്ച് മധുരം. ഇതിനകത്ത് കളറോ എല്ലാം ചേർക്കണമെങ്കിൽ എന്തെങ്കിലും ഇടാം, പക്ഷെ നമ്മുടെ ഇതിൽ കളറിനൊന്നും വെച്ചതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ നമുക്കൊരു ശകലം കളർ ചേർത്താലോ, ഫുഡ് കളർ വേണമെന്നില്ല, ഒരു തുള്ളി കളർ. ഒരു തുള്ളി കളർ ഇട്ടിട്ട് അപ്പം നമ്മുടെ ഡോണറ്റ് എല്ലാം നല്ല അതേണ്ട ഇത് കണ്ട നല്ലതായിട്ട് ഒത്തിട്ടുണ്ട്. ചിര മൂക്കണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒപ്പിച്ചത്. അപ്പം നമ്മുടെ ഓരോ ഡോണറ്റ് നമുക്ക് ഈ വെള്ളത്തിലോട്ടൊന്നും മുക്കിയെടുക്കാം. കണ്ട മുക്കി കഴിഞ്ഞാൽ നമുക്കെടുക്കാം. അപ്പം നമ്മളെ അതിനകത്തോട്ട് ഒരു ശകലം ഇതേണ്ടത് കണ്ട പഞ്ചാരപ്പൊടി ഇതേണ്ട നമ്മുടെ ഡോണറ്റെല്ലാം നമ്മൾ പഞ്ചാരപ്പൊടി നമുക്ക് എടുത്തൊന്ന് ഒരു പാത്രത്തിനകത്തോട്ട് വെക്കാം. നമുക്കിതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തിടത്തേണ്ട കണ്ട നമ്മുടെ ഡോണറ്റെല്ലാം നോക്കുക. നമ്മൾ കാണിക്കാൻ നിങ്ങളെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതും എടുത്തിങ്ങോട്ട് ഇതെല്ലാം എടുത്ത് ഇങ്ങനെ എല്ലാം ഒന്ന് എടുത്തിടും. നമുക്കതേണ്ട കണ്ട നമ്മുടെ ഡോണറ്റ് പഞ്ചാര ഇങ്ങനെ ഇച്ചിരി വെതറിയാലും മതി. ഇതെല്ലാം ഒന്ന് നമ്മൾ 4 എടുത്തിട്ട് ഡോണറ്റ് എല്ലാം അതിലൊന്ന് കിടക്കണം.